കുറച്ച് നാളുകളായിട്ടേ ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ തുറന്നു നോക്കുമ്പോൾ ഈ 3D ഹോളോഗ്രാമിൻ്റെ വീഡിയോസ് ഞാൻ പലവട്ടമായി കാണണം. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നൈനുക്കുട്ടിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ ഇപ്പോഴാണ് എനിക്കത് ഉണ്ടാക്കാനുള്ളൊരു മൂഡ് വന്നത്. വിചാരിക്കണ പോലെ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര സിമ്പിളാണ്. ഇപ്പം എല്ലാവരും ഓൺലൈൻ പർച്ചേസ് ആണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ കാർഡ്ബോർഡിൻ്റെ പെട്ടികളും ഉണ്ടാവുമല്ലോ. അതിലൊരു പെട്ടി കൊണ്ട് എടുത്താൽ മതിയെന്നേ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വേണ്ടത് കുറച്ച് കാർഡ്ബോർഡ് പീസുകളാണ് കേട്ടോ. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പുള്ള ഒരു കാർഡ്ബോർഡ് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 2 സ്ക്വയർ പീസുകളാണ്, അത് 4 ഇഞ്ച് വീതിയും 4 ഇഞ്ച് നീളത്തിലുള്ള 2 സ്ക്വയർ പീസുകളാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ക്രോസായിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ ക്രോസിൽ കൂടെ നമ്മൾ ഒരു കത്രിക വെച്ചിട്ട് വെട്ടിക്കൊടുക്കുന്നുണ്ട്. ആ ലൈൻ കംപ്ലീറ്റ് ആയിട്ടും വെട്ടിക്കൊടുക്കരുതേ, അതിൻ്റെ അറ്റത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെട്ടിക്കൊടുക്കാനായിട്ട്. അങ്ങനെ ആ 2 പീസ് നമ്മൾ ഒരേപോലെ വെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ ആ റെക്റ്റാങ്കിൾ പീസ് എടുത്തിട്ടുണ്ട്, അത് 4.5 ഇഞ്ച് വീതിയും 8 ഇഞ്ച് നീളത്തിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗത്തിൽ ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ പീസിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ ഫോൺ കമഴ്ത്തിയിടാൻ പോണത്. വരച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നീളം കുറച്ച് കൂടുതലായിട്ട് തോന്നി. അപ്പം ഞാൻ 2 സൈഡിൽ നിന്നും 1/2 ഇഞ്ച് വീതം ഉള്ളിലേക്ക് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക ചെയ്തേ. 2.5 ഇഞ്ച് വീതിയും 5 ഇഞ്ച് നീളമുള്ള ഒരു ചെറിയ റെക്റ്റാങ്കിളാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വരച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ടൊരു കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ട് ആ കുഞ്ഞ് റെക്റ്റാങ്കിൾ നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട്. ഒരു ബേസായിട്ട് ഞാനൊരു ഇത്തിരി വലിയൊരു റെക്റ്റാങ്കിൾ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. റെക്റ്റാങ്കിൾ പീസ് തന്നെ വേണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള ഷേപ്പായാലും കുഴപ്പമൊന്നുമില്ല, ഒരു ബേസ് ആയാൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ സ്ക്വയർ പീസ് 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത് സെയിം ഗ്യാപ്പിൽ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ ഓപ്പണിങ് സെയിം സൈഡിൽ വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് ആ കട്ട് ചെയ്തിട്ടുള്ള ആ ഗ്യാപ്പിലേക്ക് 2 സൈഡിലും ഒരേപോലെ തന്നെ അത് ഇറക്കി കൊടുക്കണം കേട്ടോ. ചുളിവും പാടുകളും അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ലൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വേണം കേട്ടോ എടുക്കാനായിട്ട്. എന്നാലാണ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസും കൂടി അതിൻ്റെ മുകളിലേക്ക് എടുത്തു വയ്ക്കണം. അങ്ങനെ നമ്മുടെ 3D ഹോളോഗ്രാം പ്രൊജക്ടർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫോണിൽ യൂട്യൂബ് എടുത്തിട്ട് അതിൽ ഹോളോഗ്രാം വീഡിയോ ഒന്ന് സെർച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഫോൺ അങ്ങോട്ട് കമഴ്ത്തി വയ്ക്കുക. എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ 3D വീഡിയോ കാണാൻ നല്ല രസമാണ് കേട്ടോ അത് കാണാനായിട്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടപ്പെടും. ഞാനിത് ഉണ്ടാക്കണതൊന്നും നൈനുക്കുട്ടി കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിലാണ് ഇത് വെച്ച് കാണിച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ നൈനൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. പിള്ളേരെ ഹാപ്പി ആക്കാനായിട്ട് പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ ഇത്. കുറച്ച് സമയവും പിന്നെ കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ മാത്രം മതി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.